തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ അവിയൽ റെസിപ്പിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിലത് മാത്രം ചേർത്ത് വളരെ രുചികരമായി ചെയ്യുന്നു. അവിയൽ ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരിയും, ക്യാരറ്റ്, ചേന, പച്ചക്കായ, ബീൻസ്, പയറ്, മുരിങ്ങക്കായ, കുറച്ചധികം കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കൈപ്പക്കയും ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ പാവയ്ക്ക ചേർക്കുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കുറച്ചധികം കറിവേപ്പില കൂടി എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ പടവലങ്ങ, കുമ്പളങ്ങ, കോവയ്ക്ക പോലുള്ളവയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര്, തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും എടുത്തു വയ്ക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് വിസ്തൃതിയുള്ള പാത്രം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ചേനയാണ് ചേർക്കുന്നത്. ചേന ഇല്ല എങ്കിൽ ഉരുളക്കിഴങ്ങ് പോലുള്ള മണ്ണിനടിയിൽ നിന്നുള്ള മറ്റേതെങ്കിലും ഒരു ഐറ്റം ചേർക്കാവുന്നതാണ്. ചേന മറ്റുള്ള വെജിറ്റബിൾസിനെ അപേക്ഷിച്ച് വേവ് കൂടുതലായതുകൊണ്ട് അത് കുറച്ചുകൂടി കനം കുറച്ച് അരിയാൻ ശ്രമിക്കുക. ശേഷം നമുക്ക് ഏകദേശം ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള 3 ക്യാരറ്റാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കാം. അതും മീഡിയം സൈസിലുള്ള 3 പച്ചക്കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ രീതിയിൽ തന്നെ നീളത്തിൽ കനം കുറച്ച് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് വെച്ച വെള്ളരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം കുമ്പളങ്ങയോ കോവയ്ക്കയോ പടവലങ്ങ അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം. ഒന്നെങ്കിൽ വെള്ളരി ചേർക്കാം, അല്ലെങ്കിൽ കുമ്പളങ്ങ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചേർക്കുക. അതുപോലെ മത്തൻ, വഴുതന പോലുള്ളത് ചേർക്കാത്തതാണ് നല്ലത്. ചിലർക്ക് നല്ല തിക്കായി ഉടഞ്ഞിട്ട് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ചേർക്കാത്തതാണ് നല്ലത്. ഒരുപാട് ഉടഞ്ഞു പോകുമ്പോൾ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വന്നേക്കാം. ഇനി ഞാനിവിടെ വളരെ കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ചേർക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് കൂടുതൽ പയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറോ അല്ലെങ്കിൽ ബീൻസോ അല്ലെങ്കിൽ കൊത്തമ്പരം പോലുള്ള മറ്റേതെങ്കിലും പയർവർഗ്ഗം ഏതെങ്കിലും ഒന്ന് എന്തായാലും ചേർക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ കുറച്ചധികം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമല്ല എങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കാവുന്നതാണ്. അതുപോലെ മുരിങ്ങക്കായ നല്ല മൂത്ത് നല്ല വലുപ്പത്തിൽ ഉള്ളതാണ് എങ്കിൽ അതിൻ്റെ നടുക് കൂടി കീറുക. അല്ല എങ്കിൽ വെന്ത് കിട്ടാൻ പാടായിരിക്കും. അടുത്തതായി ഞാനിതിലേക്ക് 2 പച്ചമുളകാണ്, അത്യാവശ്യം നല്ല എരിവുള്ള 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ അരപ്പിൽ നമ്മൾ കുറച്ചധികം സ്പൈസ് ചേർക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് എങ്കിൽ ഇതിലിങ്ങനെ ഇടുന്നതിനേക്കാൾ ബെറ്റർ അരപ്പിൽ ചേർക്കുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത്രയും സാധനങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം 3 ടീസ്പൂൺ എന്തായാലും ഉപ്പിടണം. ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഏകദേശം 1 കിലോയോളം വെജിറ്റബിൾസ് വരും. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഒരിക്കലും മറ്റ് ഓയിൽസ് ഇതിലേക്ക് യൂസ് ചെയ്യരുത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ചധികം കറിവേപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിൽ മുന്നിട്ട് നിൽക്കും. അതുപോലെ വെളിച്ചെണ്ണയുടെയും. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അതിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഇതെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. ഒരിക്കലും സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിച്ച് കുത്തി ഇളക്കാതിരിക്കുക. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് പാത്രം ഉപയോഗിച്ച് ഒന്ന് മറിക്കുന്നതാണ്. ബിഗിനേഴ്സൊക്കെ ആണ് എങ്കിൽ തവി ഉപയോഗിച്ച് വളരെ സ്ലോ ആയിട്ട് ചെയ്യും. ഈ ഒരു അളവിൽ വെജിറ്റബിൾ എടുത്താൽ ഏകദേശം 12 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഈ രീതിയിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാത്രം ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതിലേക്ക് പച്ചക്കറി എല്ലാം വെന്ത് കിട്ടാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ്, 1 കപ്പ് നിറയെ എന്തായാലും വേണ്ട. 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ ഒഴിക്കാവുന്നതാണ്. നിങ്ങൾ ഫ്രൈ പാൻ പോലുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വെള്ളം ഇത്രയും തന്നെ വേണ്ടി വരില്ല, കുറച്ചുകൂടി കുറക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഏകദേശം 10-12 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കൊണ്ട് എന്തായാലും പൂർണ്ണമായി വെന്ത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് തിളക്കുന്ന വരെ വേവിക്കുന്നുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ
തീ കുറച്ച് വെക്കുക. അടുപ്പിലൊക്കെയാണ് എങ്കിൽ ആദ്യം നല്ല രീതിയിൽ തീ കത്തിക്കുക. ശേഷം തിളച്ച ശേഷം തീ കുറച്ച് കുറവാക്കുക. ഈ രീതിയിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് എന്തായാലും മുഴുവനായും വെന്ത് കിട്ടും. ഒരിക്കലും തവി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാതെ ഇരിക്കുക. കുത്തി ഇളക്കരുത്. പ്രത്യേകിച്ചും സ്റ്റൗവിലാണ് വെക്കുന്നത് എങ്കിൽ തിളച്ച ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. പച്ചക്കറികൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ മെഷർമെൻറ്റ് അറിയില്ല എങ്കിൽ 2 കൈപ്പിടി നല്ലോണം ഒതുക്കി പിടിച്ചിട്ടുള്ള 2 കൈപ്പിടി തേങ്ങ എടുക്കാവുന്നതാണ്. ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതല്ല, ചെറിയ ജീരകമാണ്. കുറച്ച് കറിവേപ്പ്, പിന്നെ വേണ്ടത് കുറച്ചധികം ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് ഏകദേശം 10ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ളതാണ് എങ്കിൽ 5 തന്നെ മതിയാവും. അതുപോലെ എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് ഏകദേശം 10ഓളം പച്ചമുളക് കൂടി ഞാൻ ഈ അരപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളകും ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികം. എരിവ് ഇഷ്ടമല്ല എങ്കിൽ ഇതിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാവുന്നതാണ്. നമ്മൾ പച്ചക്കറി ഇടുമ്പോൾ അതിൽ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറിയുടെ കൂടെ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കാതിരിക്കുക. എന്നാൽ ചതച്ച രീതിയിലുമല്ല, ഒരു മീഡിയം ലെവലിലായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കുറച്ച് വെളിച്ചെണ്ണയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എത്രത്തോളം വെന്തു എന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് പാത്രം ഉപയോഗിച്ച് തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വേവിക്കാം. നന്നായി തിളക്കുന്നുണ്ട് ഇപ്പോഴും. അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. തവി ഉപയോഗിച്ച് കുത്തി ഇളക്കാതിരിക്കുക. നമ്മൾ തുണിയോ മറ്റോ ഉപയോഗിച്ച് പാത്രം കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ മുന്നേ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും കൂടി പോവാതിരിക്കുക. കൂടിപ്പോയാൽ വീണ്ടും നമ്മൾ തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇത് മൂടി വെച്ച് വേവിക്കുന്നതായതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി പച്ചക്കറിയെല്ലാം ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് കൊണ്ട് നന്നായി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ചേനയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മേലെ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. കാരണം ഇതിലേക്ക് ആവശ്യമായ പുളിക്കുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ഇപ്പോൾ ചേർക്കുന്നത്. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടി 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. കുറവുമല്ല കൂടുതലുമല്ല. പാത്രം പിടിച്ച് തന്നെ ഒന്ന് മറിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. തവി വെച്ച് ഇളക്കാതിരിക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൈരിന് പകരം നിങ്ങൾക്ക് തക്കാളിയോ അതല്ല എങ്കിൽ മാങ്ങയോ ചേർക്കാവുന്നതാണ്. പച്ച മാങ്ങ കേട്ടോ. ഈ ഒരു തിക്നെസ്സിലല്ല, ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം എങ്കിൽ തക്കാളിയോ മറ്റോ ചേർക്കാവുന്നതാണ്. അതല്ല എങ്കിൽ തൈര് തന്നെയാണ് ഉചിതമായിട്ടുള്ളത്. പേഴ്സണലി തൈര് ചേർത്തതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സദ്യയിലെ കേമൻ അവിയൽ ഇവിടെ തയ്യാറായിരിക്കുന്നു. രുചികരമായി എളുപ്പത്തിൽ തന്നെ എല്ലാവരും ഈ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.